ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി കേട്ടോ. ശനിയാഴ്ച ഇവിടെ തോരാതെ മഴ പെയ്തുകൊണ്ടിരുന്നതാണേ. അതുകൊണ്ട് തന്നെ 4 പാടും വെള്ളമായിരുന്നു കേട്ടോ. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോഴത്തേന് ഇതാ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ടായിരുന്നേ. ശനിയാഴ്ച രാത്രി എൻ്റെ ആങ്ങളെയും വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചേട്ടൻ നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നും ഫുള്ള് വെജിറ്റേറിയൻ കറികളാണ് കേട്ടോ. ഇടിയപ്പം വേവുന്ന സമയം കൊണ്ട് കിഴങ്ങ് കറിക്കും ഉള്ളതെല്ലാം റെഡിയാക്കി കേട്ടോ. അപ്പോഴേക്കും അയനൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയനൂസിനെ ഒന്ന് ഫ്രഷാക്കി ഞങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച്. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം അവർ നേരെ പിന്നെ കടയിലോട്ട് പോയി കേട്ടോ. ചേട്ടൻ നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് പിന്നെ നമ്മളും ഇന്നും നോൺ വെജ് ഫുള്ള് ഒഴിവാക്കിയായിരുന്നേ. അങ്ങനെ ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ കറികളാണ്. പിന്നെ കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ ഞാൻ ഇന്നത്തേക്കിനുള്ളത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റിയായിരുന്നേ. അപ്പോൾ ഇന്ന് സോയാബീൻ റോസ്റ്റും പയറുമെഴുക്കുവരട്ടിയും സലാഡും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് ഇന്നത്തേക്കാണ് അവിടെ പേര് മഴയുമായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു പാചകമായിരുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയി. 9 മണിയായപ്പോഴത്തേന് പിന്നെ ചൂണ്ടയിടാൻ പോയാലോ എന്നുള്ള പ്ലാനായി കേട്ടോ. കേൾക്കേണ്ട താമസം ഞങ്ങൾ തന്നെ ആദ്യം ഇറങ്ങി. അപ്പോഴേക്കും പിന്നെ ഞാൻ ചൂണ്ടയൊക്കെയും സെറ്റ് ചെയ്ത് ഇവിടെ അടുത്ത് തന്നെ ഒരു തോട്ടിലാണ് കേട്ടോ പോയത്. അവിടെ സാധാരണ എല്ലാവരും വന്ന് മീനെയൊക്കെ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഇവർ രണ്ടുപേരും ഇവിടെ ചൂണ്ട അഴിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ചേട്ടൻ ദാ ചൂണ്ട ഇടുകയും ചെയ്തായിരുന്നേ. ചൂണ്ടയുടെ തുമ്പിൽ ഇതാ മാവ് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ചേട്ടൻ. കുറച്ച് നേരമൊക്കെ ഞങ്ങളും അവിടെ നിന്ന് കേട്ടോ. പിന്നെ അവിടെ കണ്ടൊരു കടയുടെ തിണ്ണയിലോട്ട് ഞങ്ങൾ കയറിയിരുന്നേ. മഴയൊക്കെ നല്ലപോലെ പൊടിക്കുന്നുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഇതാ ഇവരിവിടെ നിന്ന് കേട്ടോ. വെറുതെ ആയിരുന്നു, ഒന്നും കിട്ടിയില്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചിതാ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് കയറിയത് നല്ല പേരും മഴയുമായിരുന്നേ. രാവിലെ മേടിച്ച കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ചേട്ടായി ഇതാ മസാലയൊക്കെ തേച്ച് ചേട്ടായി തന്നെ കുക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ചേട്ടായി മസാലയൊക്കെ തേച്ച് വറക്കാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ ഒന്നുകൂടെ കടുക്കാനും തുടങ്ങി, വെള്ളവും കയറി തുടങ്ങിയായിരുന്നേ. തിങ്കളാഴ്ച രാവിലത്തേക്കിനുള്ള കാപ്പിക്കുള്ള അരിയും ഉഴുന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം അത് അരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരുടെ പാചകം അവിടെ നടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ദാ അരിയും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്ക് ചേട്ടായി ഇതാ കോളിഫ്ലവറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡും കഴിച്ചേ. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പാട്ടൊക്കെ പാടുക എന്നുള്ളത് അത് ഇവിടുത്തെ ഒരു പതിവ് കാര്യമാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ.